മിസ് വന്നിട്ടില്ലേടാ? Good afternoon, ma'am. 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 Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Afternoon. Okay, ഇന്നാരാ prayer പാടുന്നത്? ഞാനാണ് മാം. More love, more power, more of you in my life. More love, more power, more of you in my life. I will worship you with all of my heart. I will worship you with all of my mind. I will worship you with all of my strength. For you are my God. Lord, for you are my God. More love, more power, more of you in my life. I will worship you with all of my heart. I will worship you with all of my mind. I will worship you with all of my strength. For you are my God. Lord, you are my God. Thank you. Okay. ഇന്നാരോ? Sign ഇന്നാരോ? പറയട്ടെ മാം. പേരെന്താ? ബെനീഷ എന്നാണ് എൻ്റെ പേര്. ദിനേശ. അതെ. ക്യാമറ ഒന്ന് ഓൺ ചെയ്യോ? സൈൻ എന്ന് പറയുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം പറയാൻ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. Good afternoon, ma'am, and my dear friends. Welcome everyone to today's live class. It is my pleasure to welcome you all. We are all very excited to get into today's studies. Let's clear our doubts as our time together is very important. All are encouraged to do so and wish it to be an interesting class. Thank you, ma'am. Okay. ഇന്നാരാ? Thoughts. Ma'am, thought of the day. Thoughts. Good afternoon, ma'am. When you have start compromising yourself or your moral for the people around you, it's probably time to change the people around you. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കായി നിങ്ങളോ നിങ്ങളുടെ ധാർമ്മികതയോ വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ മാറ്റാനുള്ള സമയമാണിത്. താങ്ക് യു മാം. ആക്ഷൻ സോങ് വല്ലതുണ്ടോ? അറിയില്ല. അപർണ രാഹുൽ. അപർണ. Yes, ma'am. Okay. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. ആക്ഷൻ സോങ് പാടുമ്പോഴേ ക്യാമറ ഓൺ ചെയ്തിട്ട്
കാണിക്കണം കേട്ടോ. നല്ല ഇതായിരിക്കില്ലേ, നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ആക്ഷൻ സോങ് കാണിച്ചിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു. ആക്ഷൻ സോങ് ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ. അതുകൊണ്ട് ആക്ഷൻ സോങ് ഒക്കെ കാണിക്കുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്യണം. ഇനി നമ്മൾ എടുത്തത് ഏത് ചാപ്റ്റർ ആണ്? ചൈൽഡ് വെൽഫെയർ അല്ലേ? ഓക്കെ, ചെറിയൊരു സെക്ഷൻ മാത്രം പറഞ്ഞല്ലേ, നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞതല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? കുഴപ്പമില്ല, സാരം. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോ ചെയ്താൽ മതി. എല്ലാവരും മ്യൂട്ട് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവേ. ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാല്? ശിശുക്ഷേമം അല്ലെ? ആണോ? ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങള്? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. ഒന്ന് വായിച്ചു നോക്കിയേ, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം കേട്ടോ. മോർണിംഗ്, ആഫ്റ്റർനൂൺ, സോറി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ പാരഗ്രാഫ്? എന്താ മനസ്സിലായേ പാരഗ്രാഫിൽ നിന്ന്? എന്താ മനസ്സിലായത്? ആർക്ക് പറയാൻ പറ്റും? ഫാമിലി സറൗണ്ടിങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലീസ്. ഓക്കെ. അതായത് ഇപ്പം ഒരു ഫാമിലിക്ക് ഇപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കും. പിന്നെ അവരുടെ ഹാബിറ്റ്സിനെയും ഹെൽത്തി ഹാബിറ്റ്സിനെയും അത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരുടെ എഡ്യൂക്കേഷനെ ബിൽഡപ്പ് ചെയ്യും, ഹാബിറ്റ്സിനെയും ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറെ എന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നന്നായി പറഞ്ഞല്ലോ. ആർക്ക് പറയാൻ പറ്റും? അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് പറയുന്നത് വാട്ട് ഹി ഡു ആണ്, നോട്ട് വാട്ട് ഹി നോ അല്ല. അവൻ അറിയുന്നത് എന്താണെന്നുള്ളതല്ല ഹെൽത്ത്, അവൻ എന്താണ് ചെയ്യുന്നത്. അതൊക്കെ അവൻ ചെയ്യണം, അതാണ്. ഓക്കെ, എന്താ രമ്യ ഒന്ന് പറഞ്ഞേ, ആ പാരഗ്രാഫ് വായിച്ചിട്ടുള്ള മനസ്സിലായത്? മറ്റേ ഹെൽത്തി ഹാബിറ്റ്സ് ഫസ്റ്റ് പ്രീ പ്രൈമറി ആയിട്ട് തുടങ്ങുന്നത് നമ്മുടെ ഫാമിലി നിന്നാണ്. നമ്മൾ ഹാബിറ്റ്സ് പഠിക്കേണ്ടത് നമ്മുടെ ഫാമിലി നിന്നാണ് തുടങ്ങേണ്ടത്. അതാണ് പ്രൈമറി. പിന്നെ മനസ്സിലായോളാം. അതെ, ബാക്കിയൊക്കെ എല്ലാരും പറഞ്ഞല്ലോ.
നമ്മൾ ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ശിശുക്ഷേമം അല്ലെ, ശിശുക്കൾ അല്ലെങ്കിൽ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ അസറ്റ് ആണെന്നാണ് പറഞ്ഞത്. നല്ല നാളേക്ക് വേണ്ടി അല്ലെ, നമ്മുടെ നാഷണൽ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി അവരെ വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവര് വാർത്തെടുക്കാനായിട്ടുള്ള റോള് ആർക്കൊക്കെയാണ്? നമ്മുടെ ഫാമിലി, ഫസ്റ്റ് തന്നെ നമ്മുടെ ഫാമിലിക്കാണ് അല്ലെ. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ബാധ്യസ്ഥരാണ്, ടീച്ചേഴ്സും ബാധ്യസ്ഥരാണ്. ഇനി ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലീസ് എന്ന് വായിക്കാം. ദ ഫാമിലി സറൗണ്ടിങ് ദ ചൈൽഡ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹിസ് വെൽഫെയർ അല്ലെ. ശിശുക്ഷേമം എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടന്റ് റോള് എവിടെ നിന്നാണ്? ഫാമിലി സറൗണ്ടിങ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ചൈൽഡിനും എന്താണ് ശിശുക്ഷേമം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റോളാണ്. അതുപോലെ തന്നെ അത് ലഭിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. ഇഫ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇസ് നോട്ട് ഗുഡ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോട്ട് ഗുഡ് അല്ലെ, എന്താണ് ചീത്തയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നോട്ട് ഗുഡ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഹെൽത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെയും ഡെവലപ്മെന്റിനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ therefore the scheme for the welfare of children are to be extended to the family and the minimum family well-being is to be ensured. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല സ്കീമുകൾ, ശിശുക്ഷേമത്തിന് വേണ്ടിയിട്ട് പല സ്കീമുകളുണ്ട്. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. ഫാമിലിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചിൽഡ്രൻസിന് എന്താ അവർക്ക് കിട്ടുന്നത്? ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെ. ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അമ്മ, അച്ഛൻ അല്ലെ. അച്ഛനിൽ നിന്നാണ് അല്ലെങ്കിൽ അമ്മയിൽ നിന്നാണ്, അവരുടെ ഫാമിലിയിൽ നിന്നാണ് ഹെൽത്തി ഹാബിറ്റ്സ് ഫസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്നത് അല്ലെ. എന്തൊക്കെയായിരിക്കാം ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ട് വരുന്നത്? അറിയാൻ പറ്റുമോ? ഓരോരുത്തരൊന്ന് പറഞ്ഞേ. ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങളുടെ മക്കൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന എന്താണ്? വൃത്തിയായിരിക്കാം. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ക്ലിയർ ആവില്ല. അഞ്ചു കഴിഞ്ഞ നെക്സ്റ്റ് ആൾക്ക് പറയാം കേട്ടോ. അഞ്ചു മോളൊന്ന് പറഞ്ഞു. അച്ചടക്കം, അനുസരണ. അച്ചടക്കം, അനുസരണ. പിന്നെ എന്തൊക്കെയാ? പിന്നെ ശുചിത്വം. ബിഹേവിയർ. കൃഷ്ണ പറഞ്ഞേ. ബിഹേവിയർ. കാര്യങ്ങള് പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. അതുപോലെ ക്ലീനിങ്ങിൽ മറ്റേ ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നേ കൈ കഴുകുക, നെയിൽസ് ക്ലീൻ ആക്കി വെക്കുക. അങ്ങനെ പുറത്തു പോയി വന്ന കൈയും കാലും ഒക്കെ വാഷ് ചെയ്യുക, കളി കഴിഞ്ഞ് വന്നിട്ട്. ഭക്ഷണ മര്യാദകൾ. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. കേട്ടില്ല മിസ്. ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അച്ചടക്കത്തോടു കൂടി ചെയ്യാൻ പഠിക്കുന്നത്. അല്ലെ, നല്ല രീതിയിൽ ചെയ്യാം അച്ചടക്കത്തോട്. എന്താ ലഹാൻ? മക്കൾക്ക് ഹെൽത്തി ഫുഡ് നമ്മൾ ശീലാക്കണം. പിന്നെ ഡെയിലി റുട്ടീൻസ് ഉണ്ടല്ലോ, അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പഠിക്കണം. രാവിലെ എഴുന്നേറ്റ് ഉടനെ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ടോയ്ലറ്റ്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ടോയ്ലറ്റ് മര്യാദകൾ. ടോയ്ലറ്റിൽ പോകുന്നതിന് ശേഷം എന്താ കൈ കഴുകുക, അതൊക്കെ നമ്മൾ ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെന്താ? മറ്റൊരാളോട് ഇടപെടുന്ന മറ്റൊരാളോട് ഇടപെടുമ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയുള്ള മര്യാദകളൊക്കെ ഉണ്ടാവും ഇല്ലല്ലേ, കുറഞ്ഞു വരികയാണല്ലേ. നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ഒരാളോട് സംസാരിക്കാനൊക്കെ എന്താണ് പേടിയായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ പെരുമാറാറുണ്ട്. ഇപ്പോഴത്തെ മക്കളാണെങ്കിലോ എങ്ങനെയാ? ബഹുമാനം അവർക്ക്
അതാണ് പ്രശ്നം. എടാ പോടാന്നൊക്കെ വിളിക്കല്. ആ അത് സ്കൂളിൽ പോയിട്ട് വന്ന് പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് അത് എനക്ക് നീ എന്നൊക്കെയാ വിളിക്കുന്നത് നമ്മളെയൊക്കെ. ഉമ്മാന്നൊന്നും വിളിക്കത്തില്ല. എന്റെ മോള് അതെ പോടാ പോടി എന്ന് മാത്രം അങ്ങനെ പറയുള്ളൂ, വേറെ ചീത്തമാർക്കൊന്നും പറയില്ല. പക്ഷെ പോടാ പോടി എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ ചിലപ്പോ സ്കൂളിൽ നിന്ന് കേൾക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ വീടിന്റെ അടുത്ത് കളിക്കാൻ പോകുമ്പോ അവര് പറയുന്നുണ്ടാവാം. അങ്ങനെ കിട്ടുന്നതാവാം. നമ്മള് പറയില്ലേ എന്ന് പറഞ്ഞാലും പക്ഷെ ഇടക്ക് ആ വായിന്ന് വരുന്ന ആളാ. അങ്ങനെ അത് തന്നെ ഇവിടെ എന്റെ മോൾ അംഗൻവാടി പോയിട്ട് വന്നപ്പോ ഇവിടെ വീട്ടിൽ വന്നിട്ട് എല്ലാരെയും വിളിക്കുന്ന നീ ചെയ്യുന്നില്ലേ, നീ അതെന്ത് ചെയ്യാത്ത, നീ എന്താ ഇങ്ങോട്ട് വരാത്തെ. പിന്നെ എന്നെ കൂടുതലും പേരേ വിളിക്കത്തുള്ളൂ. എന്നെ വീട്ടിൽ വിളിക്കുന്ന ആമിനാന്ന് എന്നെ വിളിക്കത്തുള്ളൂ. ഉമ്മാന്നൊന്നും വിളിക്കില്ല. എന്റെ മോൾക്ക് ഇപ്പൊ 5 വയസ്സ്, UKG ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാവും. അപ്പൊ അങ്ങനെയാ പോടാ പോടി. അതുപോലെ നീ അഞ്ചി പറഞ്ഞ പോലെ നീന്ന് വിളിക്കാറുണ്ട്. അതൊക്കെ ചിലപ്പോ ഹസ്ബൻഡ് തന്നെ നീന്ന് വിളിക്കുന്നത് കൊണ്ടാവും, പേര് വിളിക്കില്ല, അങ്ങനെ എബി അല്ലെങ്കിൽ നീ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ചിലപ്പോ അവര് അങ്ങനെയും കേട്ട് നമ്മള് വീട്ടിൽ നിന്ന് ശീലിക്കാണ്ട് അല്ലെ, അവര് കേട്ട് ശീലിക്കുന്നത് കൊണ്ടാവാം അങ്ങനെ. പിന്നെ പുറത്തു പോയാലും ചിലപ്പോ നമ്മളുടെ മക്കളെ മറ്റാളുകൾ വിളിക്കുന്നത് എബി അല്ലെങ്കിൽ നീ എന്നൊക്കെ വിളിക്കാറില്ലേ, ചിലർ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ അത് കേട്ടും അവര് പഠിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്തൊക്കെയാ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കില്ലേ, നമ്മൾ നിറവും മണവും ഒക്കെ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഓരോ ബുദ്ധിമുട്ടുകൾ വരും എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ. പാരന്റ്സിനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക. ശരിയാണ്, പഠിപ്പിക്കാം. മറ്റുള്ളവരെയും പാരന്റ്സിനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും പഠിപ്പിക്കാം ബഹുമാനിക്കാനായിട്ടല്ലേ. ഓക്കെ. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരോടായി നല്ല രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു കൊടുക്കുക. നല്ല സുഹൃത്തുക്കളെ മാറ്റി കൊടുക്കുക. സ്വന്തം കാര്യം എന്നുള്ള ആ സ്വഭാവമൊക്കെ മാറി ഷെയറിങ് പഠിപ്പിച്ചു കൊടുക്കുക. സ്കൂളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വരുമ്പോ എന്താ ഉണ്ടായ സ്കൂളിൽ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പഠിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ കളിച്ചു, PT ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവരോടുള്ള. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലായാലും ഇപ്പൊ ഗുഡ് ടച്ചും ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ, അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ, പിന്നെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കണം കേട്ടോ. അവരോട് പറഞ്ഞു കൊടുക്കാം കൂടുതലായിട്ട്. നമ്മള് ഓരോ ഭാഗത്തും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കൾ. നമ്മള് അവര് ചീത്തയായിട്ട് പോകരുത്, അല്ലെങ്കിൽ മറ്റൊരാള് നമ്മുടെ മക്കളെ കുറിച്ചിട്ട് ചീത്തയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ മക്കൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ബോധ്യപ്പെടുത്തുക. അതുപോലെ നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡ്രഗ്സ് അതുപോലുള്ള ഇതിലൊക്കെ പല കുട്ടികളും ഇപ്പൊ അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവയർനെസ്സുകൾ അവരെ ബോധവാന്മാരാക്കുക. അതിലൊക്കെ എന്തോരം കുട്ടികളാണ് ഇപ്പോ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ നമ്മൾ ന്യൂസിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുക അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ. പിന്നെന്താ, സേവിങ്സ് ഇല്ലേ, ചെറുപ്രായത്തിൽ തന്നെ സേവ് ചെയ്യാൻ. ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ എന്റെ മോനോട്, അവൻ LKG പഠിക്കണേ, അവനോട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്റെ എല്ലാ പണികളും നീറ്റായിട്ട് രാവിലെ നീറ്റ് ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഫുഡ് നേരെ ഞാൻ തരുന്ന ഫുഡ് ഫുള്ള് കഴിക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് ഓരോ പോയിന്റ്സ് തരും. അപ്പൊ ഞാൻ അവസാനം ദിവസം 5 രൂപ വെച്ച് തരും, ഒരു കുറ്റിയും തരും. അപ്പൊ അതിലിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ അവന് അത് പറഞ്ഞപ്പോ തൊട്ടിട്ട് അവനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ കാര്യങ്ങള്. അങ്ങനെയൊക്കെ നല്ല ഐഡിയകൾ ഷെയർ ചെയ്യുന്നു അല്ലേ.
അതുപോലെ തന്നെ എന്റെ മോക്ക് ഇത് കണക്കല്ല, അല്ലാണ്ട് അവൾക്ക് എന്റെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അപ്പം നാട്ടിലുള്ള സമയത്ത് ഇവക്കൊരു കുടുക്ക വാങ്ങിച്ചു കൊടുത്തിട്ട് അതിനകത്ത് എന്നും 10 രൂപ വെച്ച് ഇട്ട് കൊടുക്കുമായിരുന്നു. അവൾക്ക് 1 വയസ്സുള്ളപ്പോഴേ അത് ചെയ്യുമായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുടുക്ക പൊട്ടിച്ച് അതിന്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് വേറൊരു കുടുക്കയിലാക്കിയിട്ട് ഇപ്പോഴും അതുണ്ട്. അവള് സേവ് ചെയ്യുന്നുണ്ട് അതിപ്പം. ഇപ്പൊ 3 വയസ്സേ ആയിട്ടുള്ളൂ. നല്ല കാര്യമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ ശീലാക്കുന്നത്. ഇനി എന്ത് കാര്യം പറയാൻ മറന്നല്ലോ. അതുപോലെ മോശമായിട്ടുള്ള ചെലവുകളൊക്കെ ഒഴിവാക്കാനും പറഞ്ഞു കൊടുക്കാറുണ്ട്. ആവശ്യമില്ലാതെ മുട്ടായി അങ്ങനെയൊക്കെയുള്ളതൊന്നും വാങ്ങിക്കാനൊന്നും അനുവദിക്കുന്നില്ല. പിന്നെന്താ പോയിന്റ്സ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. The health of an individual depends what he does and not what he knows. അല്ലെ, അവന് അറിയാം എല്ലാ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ അവന് അറിയാം. എന്നിരുന്നാൽ കൂടിയും അവൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ? അല്ലെ, ഹെൽത്തി ഹാബിറ്റ്സ് എല്ലാ കാര്യങ്ങളും അവൻ അറിയാം. അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ? അതെന്ത് ചെയ്യണം? ജീവിതത്തില് അവൻ പ്രാവർത്തികമാക്കണം. അല്ലെ, ആണോ? ഇങ്ങനെയല്ലേ വേണ്ടത്? അറിയാൻ മാത്രം ശരിയാവോ? ഇല്ല. പിന്നെന്താണ്? Of course, a person's health habits, attitude and goals are the result of his learning experience. അപ്പൊ ലേണിംഗ് എക്സ്പീരിയൻസിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? അവന്റെ ഹെൽത്തി ഹാബിറ്റ്സുകളെ എക്സ്പാൻഡ് ആയിട്ട് അവന്റെ ഗോള്, അതുപോലെ തന്നെ അവന്റെ ആറ്റിറ്റ്യൂഡ്. അല്ലെ, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റിറ്റ്യൂഡ് മനോഭാവം. മനോഭാവം. അതുപോലെ തന്നെ ഗോൾ എന്താ? ഗോള് ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഈ അങ്ങനെയുള്ള ആരോഗ്യശീലങ്ങള്, അതുപോലെ തന്നെ അവന്റെ മനോഭാവം, ലക്ഷ്യം, ഇതൊക്കെ അവന്റെ ലേണിംഗ് എക്സ്പീരിയൻസിന്റെ ഘടകങ്ങളാണ്. അവൻ വളർന്നു വരുന്നതിലൂടെയാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ദാറ്റ് ബിൽഡ് അപ്പ് ഹിസ് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ദ ഫാമിലി. അതുപോലെ തന്നെ എന്താണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലൂടെയും അതുപോലെ തന്നെ ഫാമിലിയിലൂടെയും എന്ത് അവന്റെ ഹെൽത്തി ഹാബിറ്റ്സ് വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഹോം റെസ്പോൺസിബിലിറ്റി? അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. The family has to teach the children to keep themselves clean and healthy. They must be the എന്താണ് നമ്മള് ഫാമിലിയിൽ നമുക്ക് അവരോട് പറയേണ്ട, അല്ലെങ്കിൽ അവരെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ട ഹെൽത്തി ഹാബിറ്റ്സുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് പറയാം കേട്ടോ മിസ്. നിങ്ങൾ പറഞ്ഞു തന്നെ മിസ്സിന്. എന്താണ്? വാഷ് their hands before and after meals and after going to the toilet. എന്താണ് ഉദ്ദേശിക്കുന്നത്? പോയിന്റ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കഴിക്കുന്നതിന് ശേഷം മുന്നേ കൈ കഴുകുക, ശേഷം കൈ കഴുകുക. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താണ്? ബി എന്താണ്? ടേക്ക് ബാത്ത് റെഗുലർലി. ദിവസവും കുളിക്കുക. ഇനി എന്താണ്? ഹാവ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് അതുപോലെ തന്നെ ക്ലീൻ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. രാവിലെയും രാത്രിയും പല്ല് തേക്കുക. Okay. Drink sufficient water to clean out the system. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കണം. അല്ലെ, നമ്മള് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഇത് സംഭവിക്കും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ. ഇപ്പോ ചൂടുകാലമായതിന്റെ പേരിൽ എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കുടിക്കണം. അല്ലെ, ഒരു ദിവസം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. മിനിമം 8 ഗ്ലാസ് എങ്കിലും കുടിക്കാം. മാക്സിമം 12 ഗ്ലാസ്, 8 to 12 ഗ്ലാസ് എങ്കിലും. അതുപോലെ തന്നെ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കണം. അല്ലെ, ഈ ചൂടുകാലത്ത് നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാം? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെ, ഓക്കെ.
ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ ലേഡീസിനൊക്കെ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും കാരണമാകാം. നമ്മള് ഇപ്പോ ആരൊക്കെയാണ് കാലത്ത് നമ്മൾ മോർണിംഗ് എണീക്കുമ്പോ കട്ടൻ ചായ കുടിക്കുന്നത്? കട്ടൻ ചായ ആണോ വെള്ളമാണോ നല്ലത് കുടിക്കാനായിട്ട്? കാലത്ത് വെള്ളം. എന്താ കാരണം? ശരീരം ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ്. ശുദ്ധീകരിക്കാനായിട്ട്, അതുപോലെ പല രോഗങ്ങള് ഉണ്ടാകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ പിന്നെന്തൊക്കെയാ? ചായപ്പൊടി എന്ന് പറയുന്നത് ഭയങ്കര ലഹരിയായിട്ടുള്ള ഒരു സാധനമാണ്. അത് മാക്സിമം ഒഴിവാക്കുക. ഞാന് ചായ അങ്ങനെ കുടിക്കാറില്ല, ഞാൻ വെള്ളം തന്നെ കുടിക്കാറ്. കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും കുടിക്കാറില്ല. വല്ലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കും അല്ലെ? ചായ കുടിക്കണം തോന്നിയാൽ മാത്രം നമ്മൾ കുടിക്കുള്ളൂ. ഞാൻ അങ്ങനെയാണല്ലോ, ചായ അങ്ങനെ കുടിക്കാറില്ല. കാലത്ത് എണീക്കുമ്പോ ഒരു കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് നീര് ചൂടില് കുടിക്കും. ചൂടായതിന്റെ പേരില് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കുടിച്ചില്ലെങ്കിൽ. വെള്ളം കുടിക്കും, ചായ അങ്ങനെ കുടിക്കില്ല. ഇനി വൈകുന്നേരം പോയി വീട്ടിലേക്ക് പോകുമ്പോൾ ചായ കുടിക്കാൻ തോന്നിയാൽ മാത്രം ചായ കുടിക്കുള്ളൂ. വൈകുന്നേരം കുടിക്കാറില്ല. ചൂടായതിന്റെ പേരിൽ ചായ കുടിക്കുമ്പോൾ നമുക്ക് പിന്നെയും ചൂട് കൂടുന്നു അല്ലെ? അങ്ങനത്തെ ഒരു ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തണുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടാണ് നമ്മൾ ചൂട് കാലത്തല്ലേ തണുപ്പത്തല്ലേ നമ്മൾ കഴിക്കുന്നത്. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആശ്വാസം കിട്ടുമല്ലേ? ജ്യൂസോ എന്തെങ്കിലൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നമ്മള് സിസ്റ്റം, നമ്മുടെ ബോഡിയിലുള്ള സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കുടിക്കണം? ആവശ്യമുള്ള വാട്ടർ. അതുപോലെ തന്നെ കുട്ടികളെയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ചൂട് കാലമാണ്, യൂറിൻ ഇൻഫെക്ഷൻ വരാം, ബുദ്ധിമുട്ട്, പല അസുഖങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടില് വെള്ളം കുറച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാ കുടിക്കാനായിട്ട്. ചിലപ്പോ അത് കുടിക്കില്ല, ചിലപ്പോ എന്റെ മുളക്ക് ഞാൻ ഇവിടേക്ക് വരുമ്പോ ബോട്ടില് വെള്ളം നിറച്ച് വെക്കും. എന്നിട്ട് അവളോട് പറയും ഇടയ്ക്കിടയ്ക്ക് കുടിക്കണോട്ടോ, അല്ലെങ്കിൽ കുരുക്ക് വരും, മൂത്രത്തിപ്പഴുപ്പ് വരും, ഇൻഫെക്ഷൻ വരും. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരുന്നത് പേടിപ്പിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. വൈകുന്നേരത്തിന് ആള് കുടിച്ചോളും, വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചോളും. വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ആൾക്ക് ഇഷ്ടമാണ്. എന്റെ മോളും വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല, പക്ഷെ ഫുഡ് കഴിക്കില്ല. വെള്ളം ഇഷ്ടം പോലെ കുടിക്കും. സാരമില്ല, ചിലപ്പോ ഇപ്പൊ ചൂടിന്റെ പ്രശ്നമൊക്കെ ആയിട്ടായിരിക്കുള്ളൂ. നമുക്ക് ചിലപ്പോ ദാഹോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ. ദാഹിക്കലും അതുപോലെ തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. 5 മിനിറ്റ് കൂടുമ്പോ കുടിക്കും. എന്താണ്? 5 മിനിറ്റ് കൂടുമ്പോ കുടിക്കും വെള്ളം. അവക്കും എനിക്കും വിയർപ്പിന്റെ പ്രശ്നമുണ്ട്, ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ധാരാളം വെള്ളം കുടിക്കണമെന്ന്. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഫുഡ് കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിപ്പിക്കണം. ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവരുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ് മിനറൽസ് എല്ലാം കിട്ടുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക, വെള്ളമായിട്ടോ ജ്യൂസ് ആയിട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Besides the above, the children must also be taught healthy habits such as to use a handkerchief when sneezing and coughing, to fight only in a part of it, not to use open space for urinary or passing bowel movement, and not to walk uncovered feet. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് വീട്ടിൽ നമ്മൾ അവർക്ക് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? വല്ല തുമ്മലോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ വരുമ്പോ എന്താണ് അവർക്ക് കയ്യിൽ നമ്മൾ കൊടുക്കേണ്ടത്? ചിലപ്പോ ഇങ്ങനെ ജലദോഷോ അല്ലെങ്കിൽ ചുമയൊക്കെ വരുമ്പോ മറ്റണുക്കള് നമ്മുടെ ശരീരത്തിൽ നിന്ന് അണുക്കള് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് ഇത് വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കാം കർച്ചീഫ് വെച്ച് കൊടുക്കാനായിട്ട്. അതങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ബാത്റൂം അല്ലെ? നമ്മള് മലമൂത്ര വിസർജനം നടത്തുമ്പോഴൊക്കെ എവിടെയാണ് ചെയ്യേണ്ടത്? അതൊക്കെ ഓപ്പൺ സ്പേസിൽ ചെയ്യാൻ പാടോ? ഇല്ല, നല്ല രീതിയിൽ ബാത്റൂമിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അല്ലെ? ഓപ്പൺ സ്പേസിൽ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മള് നടക്കുമ്പോ അൺകവേർഡ് ആയിട്ടുള്ള ഫീറ്റ് വെച്ച് നടക്കാൻ പറ്റുമോ? ചെരുപ്പ് ധരിച്ച് വേണം നമ്മള് എവിടെയെങ്കിലും നടക്കാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കാം.
ചുമക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ തൂവാല വെച്ചിട്ട് നമ്മൾ മുഖം പൊത്തണം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോഴൊക്കെ എന്താണ് ഓപ്പൺ സ്പേസിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ എന്താ ചെയ്യണം, ചെരുപ്പിട്ടിട്ട് വേണം നടത്താനായിട്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. It is the family's duty to teach the children the civics duty and develop civic sense in them. Civics duty എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പൗരബന്ധമായ സിവിക്സ് ഡ്യൂട്ടികൾ നമുക്ക് ചിൽഡ്രൻസിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. ഇത് ഫാമിലീസിനാണ്, ഫാമിലി അതുപോലെ ടീച്ചേഴ്സിനും ഇതിനുള്ള പങ്കാളികളാണ് അവര് രണ്ടുപേരും. ഫാമിലീസിൽ നിന്നായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നായാലും ഇങ്ങനെയുള്ള സിവിക്സ് ഡ്യൂട്ടികള് അവർ പഠിക്കേണ്ടതാണ്. ഇപ്പോ എന്താണ്, നിങ്ങള് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കൂളിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സിവിക്സ് ഡ്യൂട്ടീസ്, ഇപ്പൊ നാഷണൽ ഫ്ലാഗിനെ കുറിച്ച്, നാഷണൽ ആന്തത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ എന്താണ്, നമ്മുടെ നാട് അല്ലെ, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം നിൽക്കാനായിട്ട് എന്താണ്, നമ്മുടെ നാടായിരിക്കും അല്ലെ? ആണോ? അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് നിൽക്കാനായിട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം? ജീവിക്കാനായിട്ടാണോ ഇഷ്ടം? എവിടെയാണ്? നമ്മുടെ നാട്ടിൽ നിൽക്കാൻ. നമ്മുടെ നാട്ടിൽ നിൽക്കാനായിരിക്കും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലുണ്ടോ നമ്മുടെ കുട്ടികൾ? ഇല്ല അല്ലെ? എന്താ കാരണം? എന്താ കാരണം? പഠിക്കാനായിട്ടും ജോലിക്കൊക്കെ ആയിട്ട് എന്താണ് പുറം രാജ്യത്താണ് അല്ലെ കുട്ടികള് പോകുന്നത്? എന്താ കാരണം? സാലറി കുറവാണല്ലേ, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, സാലറി കുറവ്, ഇതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്പെഷ്യൽ നീഡ്സ് ചൈൽഡ്, അല്ലെങ്കിൽ എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പോ എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ മിസ് വായിക്കാം കേട്ടോ. റെഫേഴ്സ് ടു ദ ചിൽഡ്രൻ who require specific care, attention and accommodations due to condition like physical impairment, learning disabilities or developmental delay, which may impact their learning, development or daily functioning. എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാല് ശാരീരിക വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ വികസന കാലതാമസം തുടങ്ങിയ അവസ്ഥകൾ കാരണം പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള കുട്ടികളെ സൂചിപ്പിക്കുന്നു. ഇത് അവരുടെ പഠനത്തെയും വികസനത്തെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കാം. അപ്പൊ എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാല് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള പീപ്പിൾസ് അല്ലെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ ഇല്ലേ? ചെവി കേൾക്കാത്തവര്, കണ്ണ് കാണാത്തവരുണ്ടാവും, അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പിള്ളേരുണ്ടാവും ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോ ചിലപ്പോ നമ്മുടെ ഇടയിൽ അവര് പഠിച്ചിട്ടുണ്ടാവാം അല്ലെ? ഇല്ലേ? കണ്ണ് കാണാത്തവര്, അതുപോലെ കണ്ണിന് കാഴ്ച കുറവുള്ളവര്, ചെവി ഒട്ടും കേൾക്കാത്തവര്, അതുപോലെ ചെവി കുറച്ച് കേൾക്കാവുന്നവര്, ഇങ്ങനെയുള്ള കുട്ടികളും നമ്മളെ ഇടയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോകുമ്പോഴും എല്ലാ കുട്ടികളും പെർഫെക്റ്റ് സ്റ്റുഡൻസ് ആവണമെന്നില്ല. ഇങ്ങനെയുള്ള സ്റ്റുഡൻസും എവിടെ ഉണ്ടാവും? നമ്മുടെ സ്കൂളുകളിലും ഉണ്ടാവും അല്ലെ? അവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള കുട്ടികൾക്ക്. ഓക്കെ, അങ്ങനെയുള്ള സ്കൂളുകളും ഉണ്ട്. അറിയില്ലേ നിങ്ങൾക്ക്? സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന കുട്ടികൾക്കുള്ള സ്കൂളുകള് അറിയാം. അപ്പൊ നോക്കിക്കോളൂ കേട്ടോ. Children who are
distressed or physically society or culture disadvantaged should be given special opportunities to improve their educational accomplishment. The children who need offsetting education at the pre-school level are the following type. എന്താണ് സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഇടയിലും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് എന്താണ് പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കണം. പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഫസ്റ്റ് നോക്കാം നമുക്ക്. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്തായിരിക്കാം? ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം പ്രോബ്ലം? കാഴ്ചക്കുറവ് അല്ലെ. കാഴ്ചക്ക് പ്രശ്നമുള്ള കുട്ടികള്. The children are either unsighted or by birth or become blind because of various reasons. അപ്പൊ എന്താണ്, ഒരു കുട്ടി ജനിക്കുമ്പോഴാവാം അവരെ കാഴ്ചയില്ലാത്തത്, അല്ലെങ്കിൽ പലവിധ കാരണങ്ങളാല് കാഴ്ച നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. രണ്ട് വിധത്തിലുള്ള കുട്ടികളുണ്ട്. ഒരെണ്ണം എന്താണ് പറഞ്ഞത്, നമുക്ക് ജനിക്കുമ്പോൾ അവന് കാഴ്ച നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് പലവിധ പ്രശ്നങ്ങൾ, ഇപ്പൊ രോഗങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ്, ഇത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്, അപ്പൊ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പോയിസൺസ്, കെമിക്കൽസ്, അങ്ങനെയുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസ്, അതിൽ നിന്നൊക്കെ എന്താണ് കുട്ടികൾക്ക് കാഴ്ചകൾ നഷ്ടപ്പെടാം. The acquired causes of visual deficiency are diseased like smallpox. Smallpox എന്ന് പറഞ്ഞാൽ എന്താ? വസൂരി കേട്ടിട്ടുണ്ടോ? വസൂരി, ചിക്കൻ പോക്സ്. ഓക്കെ, അതാണ് സ്മോൾ പോക്സ് കേട്ടോ. അവിടെ എഴുതി വെച്ചോളൂ, വസൂരി. അതുപോലെ മാൻസൈറ്റിസ്. മാൻസൈറ്റിസ് എന്ന് പറഞ്ഞാല് എന്താണ്? മസ്തിഷ്ക രോഗം. മസ്തിഷ്ക രോഗം, തലച്ചോറിലെ ഒരു ആവരണമാണ് മാൻസൈറ്റിസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. മാൻസൈറ്റിസ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക രോഗമാണ്. തലച്ചോറിന്റെ ഒരു ആവരണത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ മൂലമാണ് ഇങ്ങനെയുള്ള മസ്തിഷ്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രക്കോമ. ട്രക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ദാറ്റ് എഫക്ട്സ് ഐസ്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ട്രക്കോമ എന്ന് പറഞ്ഞാല് it is a bacterial infection. Bacterial infection. സ്വെല്ലിംഗ് ഒക്കെ വരുന്ന രീതിയല്ലേ ഇതിന്റെ സിംറ്റം വരുന്നത്? ട്രക്കോമ. ട്രക്കോമ എന്താണ്? സ്വെല്ലിംഗ് വരത്തില്ലേ? കണ്ണിന് ചുറ്റും സ്വെല്ലിംഗ് ഒക്കെ വരുന്ന ഒരു അസുഖമല്ലേ? കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരു അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണ് കേട്ടോ. എഫക്ട് യുവർ ഐസ് കേട്ടോ. എഫക്ട് ഐസ് നമ്മളെ സംബന്ധിക്കുന്നത് കേട്ടോ. എഴുതിയോ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ ട്രക്കോമ. ഇനി നെക്സ്റ്റ് ആണ് സ്കാർലറ്റ് ഫീവർ. അത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്കാർലറ്റ് ഫീവർ ഇല്ല. സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞാല് മിസ് വായിക്കാം കേട്ടോ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. മുതിർന്നവരെ ബാധിക്കുമെന്നില്ല. അവരെ ബാധിക്കുമെന്നല്ല പറയുന്നത്, അവർക്കും വരാം. പക്ഷെ എന്താണ്, കുട്ടികളിലാണ് ഇത് കാര്യമായും ബാധിക്കുന്നത് കേട്ടോ. അപ്പൊ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. മുതിർന്നവർക്കും ഇത് സംഭവിക്കാം, അല്ലെങ്കിൽ ഇത് വരാം. പക്ഷെ കാര്യമായിട്ട് ബാധിക്കുന്നത് ആരെയാണ്? കുട്ടികളെയാണ്. അതുപോലെ തന്നെ അതിന്റെ സിംറ്റംസ് ചർമ്മത്തില് നിറവ്യത്യാസം, പാടുകൾ വരാം, കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കം, പനി എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങള്. ഇതിനു പുറമെ തലവേദന, തൊണ്ടവേദന, കവിളുകളില് ചുമന്ന നിറം, ഇതൊക്കെ സംഭവിക്കാം കേട്ടോ. ഓക്കെ,
എഴുതി വെച്ചോ? സ്കാർലറ്റ് ഫീവർ ഒന്നും കൂടിയും പറയണം മിസ്? ഒന്നുകൂടി പറയണം മിസ്സേ. വായിക്കാം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. ലിസ്റ്റ് എഴുതിയാൽ മതി. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. ലക്ഷണങ്ങൾ എഴുതി വെച്ചോളൂ. ചർമ്മത്തിൽ നിറവ്യത്യാസം, ചർമ്മത്തില് നിറവ്യത്യാസം, പാടുകൾ, പാടുകൾ. മാം ഇംഗ്ലീഷ് നോട്ട് എടുക്കാമോ മാം? മലയാളത്തിൽ എഴുതാൻ വരാത്ത ആള് എന്തെന്ന് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, ഇംഗ്ലീഷിലെ മിസ് പറയാട്ടോ. 1 മിനിറ്റ് മിസ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടെ. ചർമ്മത്തിൽ നിറവ്യത്യാസം, പാടുകൾ, കഴുത്തിലെ ഗ്രന്ഥികളിൽ, കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കം, കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കം, പനി എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതിനു പുറമെ തലവേദന, തൊണ്ടവേദന, കവിളുകളിൽ ചുവപ്പ് നിറം, ഓക്കെ എഴുതിയോ? എഴുതിയോ? ഞാൻ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? എഴുതി. ക്ലിയർ ആണോ? ക്ലിയർ. ക്ലിയർ. ഓക്കെ. ഇനി എന്താ? ബേൺസ് അല്ലേ? ബേൺസ് എന്താ? ബേൺസ് പൊള്ളല്, മുറിവുകൾ, ക്ലിയർ ആയില്ല. പൊള്ളുന്നത്, അതുപോലെ ഓർ കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് ഓർ പോയിസൺസ് കെമിക്കൽസ്. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ജന്മനാ കുട്ടികൾക്ക് എന്താണ് കാഴ്ചയില്ലായ്മ വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും പോയിസൺസ് കെമിക്കൽസ്, അതുപോലെ പൊള്ളുന്നത്, ഇതൊക്കെ കൊണ്ടും, അതുപോലെ തന്നെ ഫീവർ വരുമ്പോ, ചിക്കൻ ബോക്സ് വരുമ്പോ, അതുപോലെ തന്നെ മസ്തിഷ്ക രോഗങ്ങൾ അല്ലെ, മസ്തിഷ്കത്തില് അതിന്റെ ആവരണത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോ, അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും എന്താണ് കാഴ്ച മങ്ങൽ അല്ലെങ്കിൽ കാഴ്ച കുറയുന്നത് സംഭവിക്കുന്നതാണ്. ക്ലിയർ ആയോ? അപ്പോ എന്താണ് വിഷ്വൽ ഇമ്പയർമെന്റ്? ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ജനിക്കുമ്പോ വരാം, ബൈ ബർത്തിൽ വരാം. അതുപോലെ തന്നെ ജനിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ പൊള്ളല്, അതുപോലെ തന്നെ എന്താണ് പോയിസൺസ് കെമിക്കൽസുമായിട്ടുള്ള ഇടപെടലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കാഴ്ച കുറവ് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ല ഇത്രയും പോയിന്റ്സ്? ഓക്കെ ആണോ? The compensatory or special education is required according to the hardness of visual impairment. എന്താണ്? കാഴ്ച വൈകല്യം അനുസരിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ?
ഇങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയല്ല ഒന്ന് പറഞ്ഞു നോക്കോ. അപ്പൊ നിങ്ങളുടെ ഒരു സ്കൂളിൽ ജോലിക്ക് കയറി. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ എങ്ങനെയെല്ലാം നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും? എന്തൊക്കെയായിരിക്കാം അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കാം? അവർക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല. വായിക്കാൻ പറ്റും. അതുപോലെ വായിക്കാൻ പറ്റുക മാത്രമാണോ? അതുപോലെ റൈറ്റ് അല്ലെ, എഴുതാനും പറ്റുമോ? കാഴ്ചയില്ലെങ്കിൽ എഴുതാൻ പറ്റും. റീഡിങ് ആൻഡ് റൈറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെന്തൊക്കെയായിരിക്കാം പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്? ഡിഫിക്കൽറ്റി വിത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റി. പിന്നെന്തായിരിക്കാം? എല്ലാ കുട്ടികളുടെയും പോലെ അവരോടൊപ്പം കളിക്കാനും അങ്ങനെയൊക്കെ ഡിഫിക്കൽറ്റി വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ് അല്ലെ. നമുക്ക് എന്താണ് പിടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാനായിട്ട് പാർക്കിലൊക്കെ ഇടുമ്പോ അവർക്ക് കളിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. മറ്റുള്ളവരുടെ പോലെ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ പോലെ നമുക്ക് കളിക്കാനും അവരുമായിട്ട് ഇടപഴകാനൊന്നും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു നോക്കിയേ. 2 പോയിന്റ് കറക്റ്റ് ആണ്. പിന്നെ ടീച്ചേഴ്സ് കാണിക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്. എന്താ ഇപ്പൊ കുറച്ച് കാഴ്ചയുള്ള കുട്ടികൾക്കാണെങ്കിലൊക്കെ എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? എന്തായിരിക്കാം? എഴുതുന്നതൊക്കെ നമുക്ക് ഇത്തിരി വലുതാക്കി എഴുതി കഴിഞ്ഞാല് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? കുറച്ച് കാഴ്ചശക്തി കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ബോർഡിലൊക്കെ എഴുതുന്നത് ഇത്തിരി വലുതാക്കി നമ്മൾ എഴുതി കഴിഞ്ഞാല് അവർക്ക് സീ ചെയ്യാൻ പറ്റില്ലേ, കാണാൻ പറ്റില്ലേ? പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ പ്രോബ്ലംസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഡിഫിക്കൽറ്റി വിത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റി. അതുപോലെ ഡിഫിക്കൽറ്റി വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ്. Next point, need for alternative formats. Of materials. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാഴ്ചശക്തി കുറവുള്ള അല്ലെങ്കിൽ കാഴ്ച കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്തിരി വലുതാക്കി പ്രിന്റുകൾ കൊടുത്താലോ അല്ലെങ്കിൽ ഇത്തിരി വലുതാക്കി ബോർഡിലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പോയിന്റ് പറയുന്നത് കേട്ടോ. നീഡ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫോർമാറ്റ്സ് ഓഫ് മെറ്റീരിയൽസ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഡിഫിക്കൽറ്റി വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ്. നീഡ് ഫോർ ആൾട്ടർനേറ്റീവ് പറയൂ. ഏതാണ്? നീഡ് ഫോർ alternative formats of materials. എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. ലാർജ് പ്രിന്റ്. ബുക്കൊക്കെ ലാർജ് പ്രിന്റിൽ കൊടുത്തു കഴിഞ്ഞാല്, അതുപോലെ തന്നെ നമ്മള് ബോർഡിൽ എഴുതുമ്പോൾ ഇത്തിരി വലുതാക്കി എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഓഡിയോസ് ഒക്കെ അവരെ കേൾപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടി പറയട്ടെ. പ്രോബ്ലംസ് ഒന്നുകൂടി മിസ് വായിക്കാം കേട്ടോ, ഫസ്റ്റ് മുതൽ. ഡിഫിക്കൽറ്റി വിത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റി.
difficulty with reading and writing activity. Next point, difficulty with physical education games. Difficulty with physical education games. Third point, need for alternative formats of materials. Example, large print, comma, audio. Okay, clear ആയോ 3 പോയിന്റും? അവർക്ക് വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് എന്താണ്, റീഡിങ്ങിനും റൈറ്റിങ്ങിനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ പോലെ കളിക്കാനോ അല്ലെങ്കിൽ ഓടാനോ ചാടാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ട് വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗെയിംസ്. അതുപോലെ നീഡ് ഫോർ ആൾട്ടർനേറ്റീവ് ഫോർമാറ്റ് ഓഫ് മെറ്റീരിയൽസ്. അവർക്ക് എന്താണ് ആവശ്യം? ഇപ്പൊ കുറച്ച് കാഴ്ചശക്തി കുറവുള്ള അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ബോർഡിൽ നമ്മൾ വലുതാക്കിയ അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അതുപോലെ ലാർജ് പ്രിന്റഡ് ബുക്ക് ആക്കാം. ഡൗട്ട്, ഇത് ഏത് കണ്ണ് വിഷ്വൽ ഇമ്പാക്ട് ഉള്ള കുട്ടികൾക്കുള്ള പോയിന്റ് അല്ലേ പറഞ്ഞു? പ്രോബ്ലംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവര് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ലാർജ് പ്രിന്റ് ആക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോ കുറച്ച് കാഴ്ചശക്തി, കുറച്ച് കാണാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അത് കാണാനായിട്ട് പറ്റും അല്ലെ. ഇവരിതാക്കി നമ്മള് പ്രിന്റഡ് ബുക്ക് ആക്കി കൊടുക്കുമ്പോഴും ആക്ടിവിറ്റി ബുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മള് വലുതാക്കി നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ ബുക്കിനെക്കാട്ടിലും ഇത്തിരി വലുതാക്കി പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അവരിലേക്ക് ആ കൺസെപ്റ്റ് ഒക്കെ എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ബോർഡിലൊക്കെ എഴുതുമ്പോൾ ഇത്തിരി വലുതാക്കി എഴുതാം. ക്ലിയർ ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ ഓഡിയോകൾ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റില്ല എങ്കിൽ കൂടിയും ഓഡിയോ ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അവർക്ക് പെട്ടെന്ന് നമ്മളിത് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെയാണോ 3 പോയിന്റും? ഇതിനകത്തില്ല, നമ്മുടെ PDF ഇല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, മിസ് എക്സ്ട്രാ പറഞ്ഞു തന്നാണ് കേട്ടോ. എന്തെങ്കിലും നിങ്ങളുടെ എന്താണ് മെയിൻ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നോക്കി എഴുതാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്തായിരിക്കാം, എങ്ങനെ നമുക്ക് ഇവരെ ക്ലാസ് റൂമിൽ സഹായിക്കാൻ പറ്റും? അതൊന്ന് നോക്കി വെച്ചിട്ട് നാളെ വരുമ്പോ ആ പോയിന്റ്സ് എഴുതി വരാം കേട്ടോ. എങ്ങനെ നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞില്ലേ, അവര് നമ്മുടെ ക്ലാസ് റൂമിൽ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഇന്നതാണ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അവരെ എങ്ങനെ ക്ലാസ് റൂമിൽ സഹായിക്കാൻ പറ്റും, എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് അവരെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നത് ആസ് എ ടീച്ചർ എന്ന നിലയിൽ കേട്ടോ. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എഴുതി വരാം. ഓക്കെ, ഇംഗ്ലീഷിലൊക്കെ പറയാമോ? ഇംഗ്ലീഷിലാ? മാം, മലയാളത്തിൽ പറഞ്ഞ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓക്കെ, അംഗീതയുടെ മലയാളം പറഞ്ഞത് മനസ്സിലായോ മോൾക്ക്? ആക്ച്വലി ഇന്നത്തെ ക്ലാസ് ഒട്ടും മനസ്സിലായില്ല മാം. ഫുള്ള് മലയാളത്തിൽ ഞാൻ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞ ഫുള്ളായിട്ട് മലയാളം എടുക്കാല്ലായിരുന്നു. ബട്ട് ഇന്ന് ഫുള്ള് മലയാളം ഞങ്ങൾക്ക് ഒട്ടും എന്തെന്ന് മനസ്സിലായിട്ടില്ല ഇന്ന് ക്ലാസ്. ഞാൻ ആദ്യം റിവിഷൻ എടുക്കേണ്ടി വരും ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് തന്നെ. എന്താന്നറിയോ മലയാളത്തിൽ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്ലാസ്. അത് ഓക്കെ, അത് തന്നെ ലാസ്റ്റ് ടൈമും പറഞ്ഞു. ബട്ട് എന്തായാലും എക്സാം വരുന്നത് ഇപ്പൊ നിമ്മ പറഞ്ഞ പോയിന്റ്സ് മലയാളത്തില് എക്സാമില് വരും. അത്
എക്സാമ്പിൾ മലയാളത്തിൽ വരൂലല്ലേ മാം. അപ്പൊ ഞാൻ ആ പോയിന്റിന് ഇംഗ്ലീഷിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണ്ടേ? മലയാളം തന്നെ അറിയാതെ ഇംഗ്ലീഷിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണ്ടേ? ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി, കാര്യം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ ഇടയിൽ ചിലപ്പോ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, ചിലപ്പോ ആവറേജ് ഉണ്ടാവും, ബിലോ ആവറേജ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവരെ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരു ഇതിലാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. അവർക്കും കൂടി മനസ്സിലാവണം. അത്രയും ചിലപ്പോ മനസ്സിലാവാത്ത, ചിലപ്പോ ഈച്ച് വേർഡ്സ് മനസ്സിലാവാത്ത പിള്ളേരുണ്ടാവാം ഇല്ലേ നമ്മുടെ ക്ലാസ്സിൽ? ഉണ്ടോ? അങ്ങനെയുള്ള പിള്ളേരും ഉണ്ടാവാം. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, അത്രയും ഇതിലാണ് നമ്മൾ ക്ലാസ് എടുക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് സംഗീത. മനസ്സിലായോ? അതൊക്കെ അത് കുഴപ്പമില്ല. ബട്ട് എൻറ്റയർ ക്ലാസ് മലയാളത്തിൽ എടുക്കുമ്പോൾ ഞാൻ ഒട്ടും മലയാളം അറിയാത്ത ആൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അതാ പ്രശ്നമില്ല ഇത്. പിന്നെ മോക്ക് ടെസ്റ്റ് തരുന്ന കാര്യങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മിസ് മോക്ക് ടെസ്റ്റ് തരുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എക്സാമിന് വരുന്നത്. ഓക്കെ, ഇനി മിസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് മിസ് പറഞ്ഞു തരാം ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. മോക്ക് ടെസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടില്ലേ? മിസ് തന്നത് ഫുഡിന്റെ ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? PDF-ലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ കറക്റ്റ് ആയിട്ട്? പരമാവധി ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തുനിന്ന് ക്ലിയർ ആയിരുന്നു അല്ലെ? അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നത്. ഇനിയും മിസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒന്നും കൂടി എക്സാം ഒക്കെ ഈസി ആയിരിക്കും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്കിത. ഓക്കെ, അങ്കിതയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. PDF വായിച്ചാലും ഏകദേശം PDF-നെ തന്നെ ഉണ്ടാവല്ലോ. ബട്ട് സ്റ്റിൽ ക്ലാസ് മനസ്സിലാവണല്ലോ, അതാ പ്രശ്നമില്ലത്. അങ്ങനെയല്ല, പ്രോബ്ലം ഇല്ല ക്ലാസ്സിൽ. ബട്ട് അപർണ മാം, ജിഷ മാം എല്ലാം നോട്ടെല്ലാം തരുന്നെങ്കിൽ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തിട്ട് നോട്ട് തരും. അപ്പൊ ഇത് മൊത്തത്തില് മലയാളത്തിലാവുമ്പോൾ മലയാളത്തിൽ എഴുതാനും പറ്റുന്നില്ലല്ലോ. അത് വേർഡ്സ് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് മാത്രമേ പ്രശ്നമാകുന്നില്ല. അപ്പൊ ഇനി മുതൽ ഞാൻ നോട്ട് വരുമ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇംഗ്ലീഷിലല്ലേ പറഞ്ഞത് 3 പോയിന്റ്സ് ഒക്കെ. അതുപോലെ ചെറിയ ചെറിയ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതെ ചെറുത് ഈ തലവേദന അതെല്ലാം പറയുന്നതിന് ഓക്കെ. ഹെഡ് ഏക്ക്, സ്കിൻ അലർജി അതെല്ലാം നമുക്ക് നോർമൽ. കൊറേ എന്തെന്നെ മനസ്സിലാകുന്നില്ല, അത് ഏതാനാ ബുദ്ധിമുട്ടില്ലത്. ഇംഗ്ലീഷിൽ നമുക്ക് പോയിന്റ്സ് ഒക്കെ തരാം. അതുകൊണ്ടാണ് സംഗീത ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, അത്രയും ചിലപ്പോൾ ലോ ആയിട്ടുള്ള പിള്ളേരുകൾ ഉണ്ടാവും ക്ലാസ്സിൽ. ഇല്ല അത് പ്രോബ്ലം ഇല്ല. ആക്ച്വലി ഗ്രൂപ്പ് നല്ലതുണ്ട്. ഓൾറെഡി എല്ലാരും ഫോട്ടോ അയച്ചു, എല്ലാരും നോട്ട് ചെയ്തൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നം ക്ലിയർ ആവുന്നുണ്ടെന്നേ ഇല്ലൂ. ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാ ഡൗട്ട്സ് ക്ലിയർ ആക്കും. അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ കമ്പൈൻ സ്റ്റഡി നടത്തിയാൽ മതി അല്ലെ? ഓരോരുത്തരോട് ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവാത്തത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, മിസ് എടുക്കുന്ന ക്ലാസ് ഇങ്ങനെ എടുത്താൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അതുകൊണ്ടാണ് മിസ് ഇംഗ്ലീഷിൽ പറയാത്തത് കേട്ടോ. ഫുള്ളും ഇംഗ്ലീഷിൽ പറയാത്തത് നമുക്ക് അറിയാലോ. പ്രോബ്ലംസ് ഉള്ള പിള്ളേരുകൾ ഉണ്ടാവാം, ചിലപ്പോൾ കേട്ടിട്ട് മനസ്സിലാവില്ല, അങ്ങനെയുള്ള പിള്ളേര് ഉണ്ടാവാം നമ്മുടെ ഇടയിൽ. അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ ലോയിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഏറ്റവും ബെറ്റർ മിസ്സിന്റെ ക്ലാസ് ആണ് ഈ വന്ന മിസ്സുകളിൽ ഏറ്റവും ബെറ്റർ. ആണോ? ഓക്കെ ഓക്കെ മിസ്, ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് പറയോ? ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ക്ലാസ്സിൽ. അപ്പോ വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ളത്, കാഴ്ചശക്തി കുറവുള്ളത്, അപ്പൊ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അവരെ നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ സഹായിക്കാൻ പറ്റുന്നു? ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് അവരുടെ പഠനത്തെയും അല്ലെങ്കിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എഡ്യൂക്കേഷനിലൂടെയൊക്കെ നമ്മൾ എങ്ങനെ സഹായിക്കാം, എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സഹായിക്കാൻ പറ്റും നമ്മുടെ ക്ലാസ് റൂമില്? ക്ലിയർ ആയോ? Okay. To help them with the class or in other way? എഡ്യൂക്കേഷൻ ആയിട്ട് എഴുതിയാൽ മതി അങ്കിത. ഇത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ആൻസർ എഴുതണ്ടേ? ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. ഇനിയിപ്പൊ അങ്കിതയ്ക്ക് വിഷമം വേണ്ട.
ഓക്കെ ഓക്കെ എന്താണ് ഓക്കെ എക്സാം എഴുതുന്നത് ഇംഗ്ലീഷിലല്ലേ, ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. ഒന്ന് പറഞ്ഞു തരാവോ മിസ്? മിസ് നിർബന്ധിക്കുന്നില്ല, അഥവാ പറ്റിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാലും മതി കേട്ടോ. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു തന്നാ മതി. ആ ഓക്കെ ഓക്കെ. മിസ് ഒരു കാര്യം പറയട്ടെ, നമുക്ക് എങ്ങനെയായാലും എക്സാം വരുന്നത് ഇംഗ്ലീഷിലല്ലേ. അപ്പൊ നമുക്ക് നോട്ട് അല്ല ക്ലാസ് മലയാളത്തിൽ വിശദീകരിച്ച് തന്നാലും നോട്ടിൽ കുറച്ച് നമ്മൾ ഇംഗ്ലീഷും മലയാളം ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പറഞ്ഞാ ലോ ആവറേജ് ഉള്ള കുട്ടികൾക്കാണെങ്കിലും ക്ലിയർ ആക്കാൻ പറ്റുമല്ലോ. നമ്മള് ഭാവിയിൽ ഒരു ടീച്ചറായിട്ട് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ സ്കൂളിലും മസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിക്കണം പറയുന്ന സ്കൂളുകളാണ്. ഫൈൻ അടക്കം ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ അടക്കം വാങ്ങിക്കുന്ന CBSE സ്കൂളാണെന്നുവെച്ചെങ്കിൽ എല്ലാ സ്കൂളുകളും ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് മലയാളത്തിൽ ക്ലാസ് ഒക്കെ എടുത്ത് നോട്ടൊക്കെ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാവും. അപ്പൊ നമുക്ക് നോട്ടും, കാരണം നമുക്ക് ഇംഗ്ലീഷിലും ഓൾറെഡി ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ മലയാളത്തിൽ ക്ലാസ് തന്നിട്ട് നോട്ട്സ് കുറച്ചൊക്കെ ഇംഗ്ലീഷിലും കൂടെ ഇതുപോലെ ഇങ്ങനെ അതുപോലെ പോയിന്റ്സുകളൊക്കെ ഇംഗ്ലീഷിൽ തരും. അങ്ങനെ ആണെച്ചെങ്കിൽ നമുക്ക് ഒന്നുകൂടെ യെസ് മാം. ഇപ്പൊ ബിലോ ഇപ്പം ഇംഗ്ലീഷ് അറിയാത്ത ആളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരത് പ്രശ്നം ഇത് തന്നെ. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യും, ഇംഗ്ലീഷ് മാം ഫുള്ള് മലയാളത്തിൽ എടുത്തിട്ടില്ല, എക്സാം ഇംഗ്ലീഷിലല്ല വരും, കുറച്ച് നോട്ട് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് തന്നേന്ന് പറയുന്ന ആൾക്കാർ കുറെ ആളുണ്ട്. അപ്പൊ ഞമ്മക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്ക് മലയാളം എന്തെന്ന് അറിയാണ്ട്, അപ്പൊ അവർക്ക് നോട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ഞമ്മക്ക് പ്രശ്നമൊന്നേ ഇല്ലു. അപ്പൊ മാം തന്നെ കുറച്ച് പോയിന്റ്സ് ഇംഗ്ലീഷിൽ തന്നെ ചെയ്താൽ പ്രശ്നമില്ല മാം. ഇപ്പൊ അപർണ മാം, ജിഷ മാം എല്ലാം അങ്ങനെ ചെയ്യലുണ്ട്, അശ്വതി മാം അല്ല. അപ്പൊ അങ്ങനെ ജസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് ഒന്നും പ്രശ്നമില്ല, ക്ലാസ് നീറ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. മലയാളം തന്നെ ആയതുകൊണ്ട് ക്ലാസ് ഫുള്ള് PDF എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ബട്ട് നോട്ട് എടുക്കാനും പറ്റുന്നില്ല എന്നേ ഇല്ലു, അത്രേ പ്രശ്നമില്ലല്ലോ. എക്സാംക്ക് എന്തായാലും ഇംഗ്ലീഷ് വരുമല്ലോ. മലയാളത്തിൽ നോട്ട് എഴുതാറില്ല, കാരണം ഇല്ല, ഞാൻ മലയാളത്തിൽ എഴുതാറില്ല. ഞാൻ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷ് എഴുതുമ്പം മലയാളത്തിലെ വേർഡ്സ് എല്ലാം കിട്ടുന്നില്ല. ചിലപ്പം ഗ്രാമർ മിസ്റ്റേക്ക് കാണും, പക്ഷെ എന്നാൽ ഞാൻ മലയാളത്തിൽ എഴുതാറില്ല. എനിക്ക് മലയാളത്തിൽ എഴുതിയ എക്സാമിൽ അത് കൺവേർട്ട് ചെയ്തപ്പം തെറ്റിപ്പോവും. എക്സാം എന്തായാലും അൻകിത പറഞ്ഞ ഇംഗ്ലീഷിലാണല്ലോ നമ്മൾ എഴുതാനുള്ളത്, അറ്റൻഡ് ചെയ്യാനെന്ന്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ നേരത്തെ കുറെ മലയാളത്തിൽ പറഞ്ഞൊന്നും ഞാൻ എഴുതിയിട്ടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ എഴുതാൻ. ഇംഗ്ലീഷിൽ പറയാം കേട്ടോ പോയിന്റ്സുകളൊക്കെ. ഇന്ന് തന്ന പോലെയുള്ള പോയിന്റ്സുകൾ മതിയില്ലേ നിങ്ങൾക്ക്? സിമ്പിൾ ആയിട്ടുള്ളത് സിമ്പിൾ ആക്കി തരാം. ഓക്കെ ആണോ? ഇന്ന് തന്ന പോലെയുള്ള പോയിന്റ്സ് മതിയില്ലേ? അത് മാം വിശദീകരിച്ച ക്ലാസ്സിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോയിന്റ്സുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ആ മലയാളത്തിൽ പറഞ്ഞ് നമുക്ക് നോട്ടിൽ എഴുതി നമുക്ക് മനസ്സിലാവുമല്ലോ, ഇംഗ്ലീഷിൽ എഴുതിയത് എന്താന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. മനസ്സിലായി നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഓക്കെ ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു.